ഹലോ, ഞാൻ ടാനിയ ജോയൽ. ഇന്ന് ആദ്യമായിട്ട് കാണിക്കുന്നത് ഇതുപോലത്തെ വാട്ടർ അബ്സോർബന്റ് മാറ്റ് ആണ്. ഈ മാറ്റ് ആക്ച്വലി നമുക്ക് പാത്രങ്ങൾ കഴുകി ഇതിന്റെ മുകളിൽ വെക്കാൻ പറ്റും. കാരണം എന്ന് വെച്ചാൽ ഇതിൽ വേഗം വെള്ളം വലിയും. പിന്നെ ഉള്ളത് നമ്മുടെ ബാത്റൂമിന്റെ പുറത്ത് നമുക്ക് ഇതൊട്ടും തെറ്റത്തില്ല, അവിടെ ഇടാൻ പറ്റും. ലൈക്ക് 2 ദിവസം കഴിയുമ്പോൾ ജസ്റ്റ് ഒന്ന് വെള്ളത്തിൽ മുക്കി ഇട്ടിട്ട് കഴുകി, വേണമെങ്കിൽ ഇച്ചിരി സോപ്പൊക്കെ ഇട്ട് കഴുകാം. അത് കുഴപ്പമില്ല. കൈ കൊണ്ട് ജസ്റ്റ് കഴുകി ജസ്റ്റ് വിരിച്ചിട്ടാൽ മതി. അപ്പൊ തന്നെ ഇതിന്റെ ആ വാട്ടറൊക്കെ നല്ലതായിട്ട് വലിഞ്ഞു പൊയ്ക്കോളും കേട്ടോ. ഇത് ആക്ച്വലി 2 ദിവസം കഴിയുമ്പോൾ കഴുകണം എന്ന് പറയുന്നത് എന്നാണെന്നറിയാമോ? നമ്മൾ കുറേ ദിവസമൊക്കെ ഒരു സ്ഥലത്ത് ഇങ്ങനെ ചവിട്ടി സോക്സ് ഒക്കെ ഇടുമ്പോൾ മണം വരത്തില്ലേ? അപ്പൊ അങ്ങനെ മണം വരാതിരിക്കാൻ വേണ്ടിയാണ് 2 ദിവസം എടുത്തിട്ട് ഒന്ന് വെയിലത്തിട്ട് ഉണക്കണം എന്ന് പറയുന്നത് കേട്ടോ. പക്ഷെ ഒട്ടും തെറ്റിയൊന്നും പോകത്തില്ല കേട്ടോ. പിന്നെ ഉള്ളത്, ഇന്ന് ഞാൻ ഒരു ഭംഗിയായിട്ടുള്ള ക്രോസ് സ്റ്റിച്ചിന്റെ ടവലാണ് കൊണ്ടുവന്നിരിക്കുന്നത്. ഈ സമയത്ത് ഇനി ഗിഫ്റ്റ് കൊടുക്കാൻ, അതായത് നമ്മുടെ കല്യാണ സീസണൊക്കെ അല്ലേ വരുന്നത്, ഇനി ഒരുപാട് വിശേഷമൊക്കെ ഉണ്ടല്ലോ. അപ്പൊ ഗിഫ്റ്റ് കൊടുക്കാൻ പറ്റുന്ന പ്രീമിയം ക്വാളിറ്റി സാധനമാണ്. ഇതൊരു എന്താ പറയുന്നത്, വാഷ് ബേസിന്റെ സൈഡിലിടാം അങ്ങനെയുള്ള ഒരു ടവലാണ്. ഇത് നമ്മൾ ക്രോസ് സ്റ്റിച്ച് ചെയ്തിരിക്കുന്ന ടവൽസ് ആണ് കേട്ടോ. ഇതിന്റെ പല കളേഴ്സ് അവൈലബിൾ ആണ്. ഈ ഒരു ചെറിയ ടവലിൽ തന്നെ 3 പ്രിന്റ് ഉണ്ട് കേട്ടോ. ഇത് നമുക്ക് ഫേസ് ടവലായിട്ട് വേണമെങ്കിൽ ഉപയോഗിക്കാം, വാഷ് ബേസിന്റെ സൈഡിലായിട്ട് ഉപയോഗിക്കാം. ഇതിന്റെ സൈസ് അങ്ങനെയാണ് കേട്ടോ. പിന്നെ ഉള്ളത് ഇതിന്റെ തന്നെ വലുത്, അതായത് ബാത്ത് ടവൽസ് കേട്ടോ. ഇത് ആക്ച്വലി ഇത് കണ്ടോ, ഈ ഒരു സൈഡ് 4 സൈഡ് ഉണ്ട് കേട്ടോ. അതായത് ഒരു സൈഡില് 4 പൂക്കളാണ്. നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവില്ല. യൂഷ്വലി നമ്മൾ ഒരു സൈഡിൽ മാത്രമേ വെക്കാവുള്ളൂ. ഇപ്രാവശ്യം 2 സൈഡിലും ക്രോസ് സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട്, 4 സൈഡിലും ചെയ്തിട്ടുണ്ട്. നല്ല ഭംഗിയായിട്ടുള്ള ബാത്ത് ടവലാണ്. നല്ല സോഫ്റ്റ് ആണ്, വെള്ളം നന്നായി അബ്സോർവ് ചെയ്യും. ഗിഫ്റ്റ് കൊടുക്കാൻ വളരെ നല്ലതാട്ടോ. വൈറ്റ് ആയതുകൊണ്ടുണ്ടല്ലോ, ഇവിടെ വെച്ചപ്പോൾ തന്നെ ആൾക്കാർ ഓർത്ത് എന്നാന്നറിയാം 4 പൂവുള്ളൂ. പക്ഷെ ഇപ്രാവശ്യം ഞാൻ അപ്പുറത്തെ സൈഡിൽ പോയിട്ടിട്ടാണ്. അപ്പൊ എനിക്കും അത് കണ്ടപ്പോൾ നല്ല ഇഷ്ടമായി. നല്ല ഗിഫ്റ്റ് ഒക്കെ കൊടുക്കാൻ നല്ല ഓപ്ഷനാ. ഗിഫ്റ്റ് മാത്രമല്ല കേട്ടോ, ഈ നല്ല നല്ല സാധനങ്ങളില്ലേ നമുക്കും ഉപയോഗിക്കാം കേട്ടോ, നമ്മുടെ ആവശ്യമാണ് കേട്ടോ. പിന്നെ ഇന്നത്തെ കട്ടൺ ഇതാണ് കേട്ടോ. ഈ ഒരു കട്ടൺ കഴിഞ്ഞ ദിവസം ഞാൻ പറഞ്ഞായിരുന്നു, ഇതൊരു ലൈറ്റ് വെയിറ്റ് നല്ല കട്ടനാണ്. അതിൻ്റെ കൂടെ മാച്ച് ചെയ്ത് കട്ടൺ നിങ്ങളെ കാണിച്ചു തരാം. നല്ല ഭംഗിയായിരിക്കും. ഇതൊരു തിക്കായിട്ടുള്ള കോമ്പിനേഷനാണ്. അപ്പൊ നമുക്ക് എന്താ പറഞ്ഞാൽ, നമുക്കൊരു ലൈറ്റും അടിക്കും, പിന്നെ നല്ല തിക്കായിട്ടും കിടക്കും. മിക്സ് ആൻഡ് മാച്ച് ഇടുന്ന ആൾക്കാർക്ക് നല്ല ഇഷ്ടമായിരിക്കും. ഇനിയുള്ളത് ക്യൂൺ സൈസ് ബെഡ്ഷീറ്റ് വിത്ത് 2 പില്ലോ കവേഴ്സ് ആണ്. ഞാൻ എല്ലാ ദിവസവും ഈ ക്യൂൺ സൈസ് ബെഡ്ഷീറ്റ് ആണോ കാണിക്കുന്നത് ചേച്ചി, എല്ലാ ദിവസവും ഇത് മാത്രമേ ഉള്ളോ? ഇങ്ങനെ ഒത്തിരി ക്വസ്റ്റ്യൻസ് എനിക്ക് വരുന്നുണ്ട്. നമ്മുടെ മാഗ്നസ്കേപ്സിന്റെ കടയിൽ എല്ലാ തരമുള്ള ബെഡ്ഷീറ്റ് ഉണ്ട്. അതായത് നിങ്ങൾക്ക് ഒരു 7500 രൂപയുടെ ബെഡ്ഷീറ്റ് വേണം, അത് മാഗ്നസ്കേപ്സിലുണ്ട്. അത് പ്രീമിയം ബെഡ്ഷീറ്റ് ആയിരിക്കും. പിന്നെ നമുക്ക് സാധാരണ നമ്മൾ യൂസ് ചെയ്യുന്ന ബെഡ്ഷീറ്റ് ഉണ്ട്. പിന്നെ എല്ലാം നല്ല ഹൈ ക്വാളിറ്റി ബെഡ്ഷീറ്റാണ്. സാധാരണ എന്ന് പറയുമ്പോൾ ഞാൻ ഉദ്ദേശിക്കുന്നത് ഡെയിലി യൂസ് എന്നുള്ള സൂത്രമാണ് കേട്ടോ. അപ്പൊ അങ്ങനെയുള്ള ബെഡ്ഷീറ്റും അവൈലബിൾ ആണ്. അതും നല്ല ക്വാളിറ്റിയിൽ നല്ല കളർ ഗ്യാരണ്ടിയിൽ ആണ് ഞാൻ തരുന്നത്. പ്രീമിയം ബെഡ്ഷീറ്റ് വരുമ്പോൾ കോട്ടണിലുണ്ടാവും, സാറ്റിനിലുണ്ടാവും, സാറ്റിൻ കോട്ടണിലുണ്ടാവും, പിന്നെ ജെക്കാർഡ് ഉണ്ടാവും. പിന്നെ ബെഡ്ഷീറ്റിന് പല സാധനങ്ങളുണ്ട് കേട്ടോ, പല തുണികൾ, പല പേരുകളുണ്ട് കേട്ടോ. അപ്പം നമ്മളത് ടെക്നിക്കലി ഒക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ എനിക്ക് പോലും ആദ്യം മനസ്സിലാകത്തുണ്ടായിരുന്നില്ല. അപ്പൊ നിങ്ങൾക്കും അത് മനസ്സിലാകാത്ത ചിലപ്പോൾ കാണത്തില്ല. അപ്പൊ അതിന്റെ പേര് ഞാൻ പറയുന്നില്ല, അത് മറന്നുപോയി. പിന്നെ ഇത് കണ്ടോ, നല്ല ഭംഗിയായിട്ടുള്ള, നിങ്ങൾ എന്നോട് ചോദിക്കുന്ന ഓരോ സാധനങ്ങളും ഞാൻ റിപ്പീറ്റ് ആയിട്ട്, മോളെ അകന്നിരിക്കുന്ന നാരങ്ങ, അടുത്തിരിക്കുന്ന നാരങ്ങ എന്നൊക്കെ പറയുമ്പോൾ അതെല്ലാം മാക്സിമം ഞാൻ ശ്രമിക്കുന്നുണ്ട്. നല്ല ക്വാളിറ്റിയിൽ നല്ല അഫോർഡബിൾ ആയിട്ട് തമ്പുരാന്റെ കൃപയിൽ നമുക്ക് തരാനും പറ്റുന്നുണ്ട് കേട്ടോ. നല്ല ഭംഗിയായിട്ടുള്ള നല്ലൊരു ഷീറ്റ്. ഇത് കണ്ടോ, ഇതിന്റെ റേറ്റ് വന്നിട്ട് 695 രൂപയാണ്. ഇത് ക്യൂൺ സൈസ് ആണ് കേട്ടോ. ഈ ക്യൂൺ സൈസിന്റെ മെഷർമെന്റ് വന്നിട്ട് 90 × 100 ഇഞ്ചസ് ആണ്. ഇതിന്റെ കൂടെ 2 വലിയ പില്ലോ കവേഴ്സ് ഉണ്ട്. നല്ല ഭംഗിയായിട്ടുള്ള പില്ലോ കവേഴ്സ് ആണ്. ഈ പില്ലോ കവറിന്റെ സൈസ് വന്നിട്ട് 17 × 27 ഇഞ്ചസ് ആണ്. എന്നിരുന്നാലും ഞാൻ പറയുക, ഇത് സ്റ്റാൻഡേർഡ് സൈസാണ്. മാഗ്നസ്കേപ്സിന്റെ പില്ലോ കവേഴ്സ് കുറച്ചുകൂടി വലുതായിരിക്കും. ഇനിയുള്ള ഷീറ്റ് ഈ ഒരു ഷീറ്റാണ്. ഇതും ക്യൂൺ സൈസ് ബെഡ്ഷീറ്റ് വിത്ത് 2 പില്ലോ കവേഴ്സ് ആണ്. റേറ്റ് വന്നിട്ട് 695 രൂപ പ്ലസ് ഷിപ്പിംഗ് ആണ്. 2 വലിയ പില്ലോ കവേഴ്സ് ഇതിന്റെ കൂടെ അവൈലബിൾ ആണ്. നല്ല ഭംഗിയായിട്ടുള്ള ഷീറ്റ് ആട്ടോ, നല്ല സൈസായിട്ട്. ഇതിന്റെ സൈഡ് ബോർഡർ ഈ ഒരു ബോർഡർ ആണ്. ഇനിയുള്ളത് അതിന്റെ ഒരു പില്ലോ കവർ ആണ് കേട്ടോ. ഇനിയുള്ളത് നല്ല ചെക്ക് ഇഷ്ടമുള്ളത് ബ്ലാക്ക് ചെക്ക് പ്രത്യേക രസമില്ലേ? ബ്ലാക്ക് ചെക്ക് ഇഷ്ടമുള്ളവർക്കുള്ള ഷീറ്റാണ്. ഇതും ക്യൂൺ സൈസ് ആണ്.
നമ്മുടെ മാഗ്നിസ്കേപ്സിന് ക്യൂൺ സൈസ് തന്നെ ഒരു എന്താ പറയുന്നത് ഒരു 100-500 പീസിന് ഒക്കെ കാണും കേട്ടോ. പക്ഷെ 500 പീസ് എന്ന് പറയുമ്പോൾ 500 പീസിൽ ഒരു പീസ് ചില സമയത്ത് 5 പീസ് അല്ലെങ്കിൽ 10 പീസൊക്കെ ആയിരിക്കും. അപ്പം ഓരോ ഡിസൈൻസ് നമ്മൾ ആദ്യം ഓർഡർ ചെയ്യുന്ന ആൾക്കാർക്കായിരിക്കും കിട്ടത്തുള്ളൂ കേട്ടോ. ചിലപ്പോൾ നമ്മളോട് പിണങ്ങൊന്നും ചെയ്യരുത് കേട്ടോ. നമ്മൾ ഓർഡർ തരാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ ലൈക്ക് അപ്പം തന്നെ അതിൻ്റെ കാര്യങ്ങളൊക്കെ വേഗം ശരിയാക്കണം. ഒരു 10 മിനിറ്റ് കഴിയുമ്പോഴത്തേനും ഇല്ലേ ഇങ്ങനെ ഗ്രൂപ്പിൽ ഇങ്ങനെ മെസ്സേജ് വന്നുകൊണ്ടിരിക്കുക. അപ്പോൾ ഫസ്റ്റ് കം ഫസ്റ്റ് എന്ന് പറയുന്ന പോലെ ആദ്യം പേയ്മെൻറ്റ് ഇടുന്നവർക്കല്ലേ നമ്മൾ എല്ലായിടത്തും കൊടുക്കത്തുള്ളൂ. അപ്പം നമ്മൾ ചില സമയത്ത് നമ്മൾ അയ്യോ ആ മേഡത്തിന് അത് ഒത്തിരി ഇഷ്ടമായിരുന്നല്ലോ എന്ന് വിചാരിച്ച് നമ്മളത് മാറ്റി വയ്ക്കും. പക്ഷെ അത് ആ മേഡവും പിന്നെ 2-3 ദിവസം കഴിഞ്ഞ് വിട്ടുപോകും, നമ്മളും വിട്ടുപോകും. പിന്നെ അത് വേറെ ആൾക്ക് കൊടുക്കാൻ പറ്റത്തില്ല, അത് വരും ലൈക്ക് ആ ചോദിച്ച ആൾക്ക് കൊടുക്കാതിരിക്കാൻ പറ്റില്ല. അപ്പോൾ നമ്മളോട് പിണങ്ങൊന്നും ചെയ്യരുത്. അപ്പം നമുക്ക് അപ്പം നമ്മളോട് ചെയ്യണം കേട്ടോ. ചോദിച്ച് കഴിയുമ്പോൾ നമ്മുടെ റിപ്ലൈ വരുമ്പോൾ അപ്പം എല്ലാ കാര്യങ്ങളും ശരിയാക്കണേ. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ അന്നേരം തന്നെ പറയണം കേട്ടോ. അതെൻ്റെ ഒരു റിക്വസ്റ്റ് ആണ് കേട്ടോ. നല്ല കാരണം വെച്ചാൽ നമ്മൾ ഈ വീഡിയോസിനകത്തല്ലേ നമ്മളെ കണ്ടിട്ടുള്ളൂ. അപ്പം നമുക്കൊരു ട്രസ്റ്റ് ആണല്ലോ എല്ലാത്തിനും. അപ്പം അതുകൊണ്ട് ഞാനിങ്ങനെ എടുത്ത് പറയുന്നതാണ് കേട്ടോ. ഇതിൻ്റെ കൂടെ 2 വലിയ പില്ലോ കവേഴ്സ് ഉണ്ട്. നമ്മുടെ പിള്ളേരൊക്കെ നന്നായി ചെയ്യുന്ന പിള്ളേരാണ് കേട്ടോ. ഇത് കണ്ട നല്ല ആപ്പിൾ, ഹായ്, നല്ല ആപ്പിളിൻ്റെ ഡിസൈനുള്ള നല്ല ഷീറ്റാണ്. ഈ ബെഡ്ഷീറ്റിനെ കുറിച്ച് പറയുമ്പോൾ ഒരുപാട് കാര്യങ്ങൾ അങ്ങ് പറയണ്ടെന്ന് പറഞ്ഞാലും ബെഡ്ഷീറ്റ് നല്ല ഭംഗിയുള്ള സമയത്ത് ഇതൊക്കെ ഒരു എന്താ പറഞ്ഞ ഒരു പ്രീമിയം പോലെ തോന്നും. അറ്റ് ദ സെയിം ടൈം നമുക്കൊരു വ്യത്യാസമുള്ള ഡിസൈൻസ് ആണ് ഇതൊക്കെ കേട്ടോ. ഇതൊക്കെ വളരെ റെയർ ആയിട്ട് കാണുന്ന പ്രിന്റുകളാണ്. ഇതിൻ്റെ റേറ്റ് ഒക്കെ വന്നിട്ട് ഇത് കിങ് സൈസ് ആട്ടോ. 1000 റുപ്പീസിന് താഴെയാണ്. സൈസ് വന്നിട്ട് 100 റുപ്പീസിന് 1000 റുപ്പീസിന് താഴെയാണ്. 1000 റുപ്പീസിന് താഴെയാണ്. പിന്നെ പില്ലോ കവറിൻ്റെ റേറ്റ് സൈസ് വന്നിട്ട് 17x27 കുറച്ചുകൂടി വലുതാണ് ഇതിൻ്റെ. പിന്നെ നല്ല വലിയ നല്ല ഭംഗിയായിട്ടുള്ള പില്ലോ കവേഴ്സ് ആണ്. ഇതും കിങ് സൈസ് ബെഡ്ഷീറ്റ് ആണ്. പിന്നെ ഉണ്ടല്ലോ അടുത്ത പ്രിന്റ് ഇതാണ് കേട്ടോ. മാഗ്നിസ്കേപ്സിൻ്റെ കടയുള്ളത് എറണാകുളത്തെ കടവന്ത്ര ചെറുപറമ്പത്ത് റോഡിലാണ്. ഇവിടെ വന്ന് നോക്കി വാങ്ങിക്കാം. പിന്നെ എന്താ പറയുന്നത്, വാട്സപ്പിൽ കൂടെ വാങ്ങിക്കാം, വെബ്സൈറ്റിൽ കൂടെ വാങ്ങിക്കാം, ഇൻസ്റ്റാഗ്രാമിലും ഫേസ്ബുക്കിലും ഒക്കെ നമ്മുടെ ഇതുണ്ട്. എന്നാലും നമ്മൾ വാട്സപ്പിൽ ഇവിടെ മെസ്സേജ് ചെയ്യുമ്പോൾ വേഗം നമുക്ക് ഇതെല്ലാം ചെയ്തു തരാൻ പറ്റും കേട്ടോ. താങ്ക്